ഇടതിനൊപ്പം ഉറച്ചു നിൽക്കുന്ന വാമനപുരത്ത് യുവ സ്ഥാനാർത്ഥിയെ നിർത്തി അട്ടിമറി സ്വപ്നം കാണുകയാണ് UDF. നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുധീർ ഷാ പാലോടിനെയാണ് സിറ്റിംഗ് MLA DK മുരളിക്കെതിരെ UDF രംഗത്തിറക്കിയിരിക്കുന്നത്. 2021 വെറും 3% വോട്ട് മാത്രം പിടിച്ച NDA കൂടുതൽ വോട്ട് പിടിച്ചാൽ ഏത് മുന്നണിയെ ബാധിക്കുമെന്നതും ചോദ്യമാണ്. 5 പതിറ്റാണ്ടിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു തവണ ഒഴികെ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഇടതിന്റെ സ്വന്തം മണ്ഡലമാണ് വാമനപുരം. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുന്നേറ്റമുണ്ടാക്കിയതാണ് UDFന്റെ പ്രതീക്ഷ. നെല്ലനാട്, പുള്ളമ്പാറ, വാമനപുരം, കല്ലറ, പാങ്ങോട്, നന്ദിയോട്, പെരിങ്ങമല എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് വാമനപുരം മണ്ഡലം. വന്യജീവി ആക്രമണം പോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന മണ്ഡലത്തിൽ മലയോര മേഖലയിലെ കർഷകരുടെ വോട്ട് അതിനിർണായകമാണ്. മണ്ഡലം രൂപീകരിച്ചതു മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ വാമനപുരം ഇടതുപക്ഷ കോട്ടയാണ്. 2001 കോൺഗ്രസ് മണ്ഡലം പിടിച്ചെടുത്തെങ്കിലും പിന്നീട് അങ്ങോട്ടും ഇടതുമുന്നണിക്കൊപ്പം നിന്നു. 2016 21 DK മുരളി മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഒരു തരത്തിലും ഭരണവിരുദ്ധ വികാരം എങ്ങും എളിച്ചയായി കാണുന്നില്ല. ഉള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് അനുഭവേദ്യമാണ്. അതിൻ്റെ അനുകൂലമായ പ്രതികരണമാണ് ജനങ്ങൾക്ക് പൊതുവിലുള്ളത്. യൂത്ത് കോൺഗ്രസ് നേതാവ് സുധീർ ഷാ പാലോടിനെ രംഗത്തിറക്കി മണ്ഡലം പിടിച്ചെടുക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10 വർഷമായി ഇടതുകോട്ടയായ കല്ലറ ഡിവിഷൻ സുധീർ ഷാ പാലോടിനെ ഇറക്കിയാണ് കോൺഗ്രസ് തിരിച്ചുപിടിച്ചത്. 6000-ഓളമായിരുന്നു ഭൂരിപക്ഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ച നിയമസഭയിലും ഉണ്ടാകുമെന്നാണ് UDF കണക്കുകൂട്ടൽ. രാഷ്ട്രീയത്തിനതീതമായ വലിയ പിന്തുണയാണ് UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ഇനി പരീക്ഷിക്കാൻ തയ്യാറല്ല. അനിവാര്യമായ മാറ്റത്തിന് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഈ നിയോജക മണ്ഡലത്തിലെ ഓപ്ഷൻ എന്ന് ജനം തീരുമാനിച്ചു കഴിഞ്ഞു. BDJS നൽകിയ മണ്ഡലത്തിൽ SNDP ഭാരവാഹി കൂടിയായ വേണു കാരണവരാണ് NDA സ്ഥാനാർത്ഥി. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 41,000-ൽ പരം വോട്ടുകൾ നേടിയാണ് വാമനപുരം ഇന്ന് നിൽക്കുന്നത്. അതായത് കേവലം 2%, 3% വോട്ട് കൂടി വർദ്ധിപ്പിച്ചാൽ നമ്മളും വിജയിക്കുമെന്നുള്ളത് താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. കോട്ട കാക്കാൻ ഇടതുമുന്നണിയും യുവ സ്ഥാനാർത്ഥിയെ ഇറക്കി അട്ടിമറി വിജയത്തിനായി UDFും ശ്രമിക്കുമ്പോൾ വാമനപുരം ആരെ തുണക്കുമെന്ന് കണ്ടറിയാം. ക്യാമറ പേഴ്സൺ S. അനോഷിനൊപ്പം സഫ്വാൻ VP, Media One, തിരുവനന്തപുരം.